SKNet40 എന്ന ഈ യാത്രയ്ക്ക് അതിൻ്റെ വിശാലമായ ലക്ഷ്യങ്ങൾക്ക് സ്വാഗതം ആശംസ അറിയിക്കാൻ ഞാൻ ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു ആകാശവാണിക്കാലം വരികയാണ്, ഒരു പ്രഭാതവേദിക്കാലം വരികയാണ്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറായി വിരമിച്ച ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ആകാശവാണിയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. കാവാലം ശ്രീകുമാറും ഞാനും ഉണ്ണികൃഷ്ണനും അതുപോലെ ഗോപാലകൃഷ്ണനും വാസുദേവും ഞങ്ങളൊക്കെ ഒന്നിച്ചൊരു കാലം എത്രയോ പ്രതിഭാധനരായ ആൾക്കാരുടെ ഇടയിൽ ജോലി ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. പ്രഭാതവേദിയായിരുന്നു ഉണ്ണികൃഷ്ണൻ നോക്കിയിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ എപ്പോഴും എന്നെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഞാൻ എവിടേക്ക് നീങ്ങിയാലും ഒരുപാട് സൗഹൃദ സന്തോഷവും ഉപദേശങ്ങളും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊപ്പം കൂടുമായിരുന്നു. ഇതാ മൈക്ക്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ, ഒരുപക്ഷെ SKN എന്നല്ലാതെ ശ്രീകണ്ഠൻ നായർ എന്ന് ഇദ്ദേഹത്തെ വിളിക്കാൻ അർഹതയുള്ള ഒരാളാണ് ഞാൻ. ശ്രീകണ്ഠൻ നായരുടെ മാധ്യമ പ്രവർത്തന ജീവിതം തുടങ്ങുന്ന കാലം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു അടുപ്പം എനിക്ക് ശ്രീകണ്ഠൻ നായരുമായിട്ടുണ്ട്. ഞാൻ ശ്രീകണ്ഠൻ നായരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അധ്വാന കണ്ഠൻ നായർ എന്നാണ്. ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരാൾ ശ്രീകണ്ഠൻ നായരാണ്. ഒരു ദിവസം ഇദ്ദേഹം ജോലി ചെയ്യുന്നത് 18 മണിക്കൂറാണ്. ഞാനിത് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, തുടക്കം മുതൽ ഞങ്ങൾ തമ്മിൽ ജോലി ചെയ്ത് തുടങ്ങുന്ന കാലത്ത് ഞങ്ങളൊക്കെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുമ്പോൾ ശ്രീകണ്ഠൻ നായർ ഉണർന്നിരുന്ന് ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഉണർന്നിരുന്ന് ജോലി ചെയ്തതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിനെ മാധ്യമരംഗത്ത് ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും, മലയാളത്തിലെ ദൃശ്യമാധ്യമവും ശ്രവ്യമാധ്യമവും മറ്റ് നവമാധ്യമങ്ങളും ഇന്നും ചോദിക്കുന്നത് എന്തുകൊണ്ട് ശ്രീകണ്ഠൻ നായരെ പോലെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ശ്രീകണ്ഠൻ നായർ മലയാളത്തിലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ജനകീയ മുഖമായി മാറിയതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ കളരി അദ്ദേഹം അഭ്യസിച്ചു തുടങ്ങിയത് ആകാശവാണിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ മാധ്യമമായ ആകാശവാണിയിൽ നിന്ന് കിട്ടിയ അഭ്യസനമാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ജനകീയ മുഖം ടെലിവിഷനിലും മറ്റ് മാധ്യമരംഗത്തും നേടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൻ്റെ പിന്നിൽ ആകാശവാണിയെപ്പോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനകീയ മുഖമുള്ള ഒരു മാധ്യമത്തിനും നിർണായകമായ ഒരു പങ്കുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. ഇവിടെ ശ്രീകണ്ഠൻ നായർ ആരംഭിച്ചിട്ടുള്ള ഈ മഹായജ്ഞം ലഹരിക്കെതിരായ, മദ്യത്തിനെതിരായ, അക്രമത്തിനെതിരായ ഈ മഹായജ്ഞം നയിക്കാൻ സർവാത്മന യോഗ്യനായിട്ടുള്ള ഒരാൾ ശ്രീകണ്ഠൻ നായരാണ്. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ജീവിതത്തിൽ ലഹരി കൈകൊണ്ട് തൊട്ടിട്ടില്ല. അങ്ങനെ ലഹരി കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ശ്രീകണ്ഠൻ നായർ ഇത്തരം ഒരു ഉദ്യമം മുന്നോട്ട് വയ്ക്കുമ്പോൾ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത പാഠത്തിന് അദ്ദേഹം പ്രചരണം നൽകുകയാണ്. ഈ യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായ സ്നേഹം ശ്രീകണ്ഠൻ നായർ. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ. താങ്ക് യു.